നമുക്കിന്നൊരു നാടൻ ചക്ക എലിശ്ശേരി ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചക്കയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ചക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനെ ചെറുതാക്കി മുറിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കുക്കർ എടുക്കുക. കുക്കറിൽ ഇത് നിറയെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ്, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം ഇത് ഒഴിച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി, അധികം വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് ഇതിനെ നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ആവി വരുമ്പോൾ അതിൻ്റെ വെയിറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 3 വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വെയിറ്റിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ റെഡിയാക്കി വെക്കാം. തേങ്ങയിൽ ചേർക്കേണ്ടത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, ചെറിയ ജീരകം ഇതും ചേർത്ത് തേങ്ങയിൽ ഒരു നുള്ള വെള്ളം ഒഴിക്കുക. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നന്നായി പേസ്റ്റ് ആവേണ്ട, ഒരു മീഡിയം പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ആ ഒരു 3 വിസിൽ വന്ന ചക്കയിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ആവണം, അതായത് തേങ്ങയും ചക്കയും നന്നായിട്ട് മിക്സ് ആവണം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കടുകും കറിവേപ്പിലയും താളിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ നല്ല ഒരു നാടൻ ചക്ക എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ.